3:30 എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ചില രാഷ്ട്രീയ വശങ്ങളും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകുന്നതും സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ഭാഗമായി കെട്ടിപ്പൊക്കിയത് ഒന്നാണ് CMR കേസെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ കേസിനെ ഉപയോഗിക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് SFIO കുറ്റപത്രം. ഈ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയ UDFന്റെ നേതാക്കളെപ്പറ്റി മിണ്ടാത്ത മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിക്കാൻ പ്രത്യേക താല്പര്യം കാണിച്ചുവെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. എക്സാലോജിക്കിന്റെ കാര്യത്തിൽ വേണ്ട സേവനം കൊടുത്തതാണ്. അത് ആ കമ്പനിയും സമ്മതിക്കുന്നുണ്ട്. CMRന്റെ വിശദീകരണം വന്നതാണ്. എന്നിട്ടും ആ വിധത്തിലാണ് മാധ്യമങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിയെയും മകളെയും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. തന്റെ രക്തത്തിന് വേണ്ടിയാണ് ഈ അക്രമം നടത്തുന്നത് എന്ന വിധത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. അപ്പം എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം ആ വിഷയത്തിൽ വരുന്നു. സാമ്പത്തികപരമായി എല്ലാ കാര്യങ്ങളും എക്സാലോജിക് എന്ന സ്ഥാപനം നിർവഹിച്ചിട്ടുണ്ട്. സുതാര്യമായി 2 കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാട്. എന്നാൽ ഇതിനെ തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ചും മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ട് വീണയെയും രാഷ്ട്രീയപരമായി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായും CPIM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും BJPയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് കെട്ടിപ്പൊക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിക്കെതിരായി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ കേസിനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അരങ്ങേറുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ ഹർജി പോയതും അത് തള്ളിയപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയതും ഷോൺ ജോർജ് കത്തുകൊടുത്തതും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മിപ്പിച്ചു. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നും ഒക്കെ പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയതുപോലെ കാര്യങ്ങൾ പൊലിപ്പിച്ചെടുക്കാനാണ് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായി അതിശക്തമായി രംഗത്ത് വന്ന ചില മാധ്യമങ്ങളുണ്ട്. കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയ UDF നേതാക്കളുടെ കാര്യത്തിൽ അവർക്ക് ഒന്നും മിണ്ടാനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. ഒരു പത്രമാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ മാസപ്പടി എന്ന പ്രയോഗം തന്നെ നടത്തിയത്. മനോരമയാണ്. മനോരമയുടെ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി തെളിവുകളിൽ ഒരു കാര്യം എന്ന് മാത്രമേ ഇത് കാണേണ്ടിയുള്ളൂ. കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള UDFന്റെ നേതാക്കന്മാർ സമ്മതിച്ച ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചും ഒന്നും പറയാൻ ഇവർക്ക് താല്പര്യമില്ല. പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങളെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കില്ലെന്നും രാഷ്ട്രീയപരമായി തന്നെ പാർട്ടി ഇതിനെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.